ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് വെളുത്തുള്ളി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കുന്ന വെളുത്തുള്ളി ഹൃദയാരോഗ്യത്തിനും വളരെ ഉത്തമമാണ്. അതിലടങ്ങിയിരിക്കുന്ന അലിസീൻ, അതുപോലെ തന്നെ ഡൈസൾഫൈഡ്, അലൈൻ, ഡിസ്റ്റൈൻ എന്നിവ ശരീരത്തിന് ഗുണപ്രദമാണെന്ന് ഹൃദയാരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. വെളുത്തുള്ളി ചതയ്ക്കുകയോ അരിയുകയോ അല്ലെങ്കിൽ ചവയ്ക്കുകയോ ചെയ്യുമ്പോൾ സൾഫർ രൂപപ്പെടും. ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, ശരീരത്തിലെ നീർക്കെട്ട് എന്നിവയാണ് ഹൃദ്രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന 3 ഘടകങ്ങൾ. അവ മൂന്നിനെയും നിയന്ത്രിക്കാൻ വെളുത്തുള്ളിക്ക് സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. വെളുത്തുള്ളിയിലെ വൈറ്റമിൻ സി ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണെന്നും ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുന്ന നാശത്തിൽ നിന്നും ഇത് ഹൃദയത്തെ സംരക്ഷിക്കും എന്നും ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട്. ഇതിലെ വൈറ്റമിൻ B6 രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. മറ്റൊരു ഘടകമായ സെലീനിയം ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുള്ള നാശത്തിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കും. എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും കാർബോഹൈഡ്രേറ്റുകളുടെയും അതുപോലെ തന്നെ കൊഴുപ്പിന്റെയും ചയാപചയം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളിയിലെ മാംഗനീസ് നിങ്ങളെ സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വെളുത്തുള്ളിയുടെ ശേഷിയും പല ഗവേഷണങ്ങളും തെളിഞ്ഞിട്ടുള്ളതാണ്. വെളുത്തുള്ളിയും നാരങ്ങ നീരും ചേർത്ത് കഴിക്കുന്നത് ലിപ്പിഡ് തോതും അതുപോലെ തന്നെ രോഗികളുടെ ഫൈബ്രിനോജൻ, രക്തസമ്മർദ്ദ തോത് ഇവയെല്ലാം മെച്ചപ്പെടുത്തും എന്നും പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. 1/2 മുതൽ 1 അല്ലി വരെ വെളുത്തുള്ളി പ്രതിദിനം കഴിക്കുന്നത് കൊളസ്ട്രോൾ തോത് 10% വരെ കുറയ്ക്കും എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. നാരങ്ങയുടെ ഗുണങ്ങളെ പറ്റി പറയാൻ പ്രത്യേകിച്ചൊരു ആമുഖമൊന്നും ആവശ്യമില്ല. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയ സിട്രസ് പഴങ്ങളിൽ ഒന്നാണ് ഇത്. 100 ഗ്രാം നാരങ്ങയിൽ 53 മില്ലിഗ്രാം വിറ്റമിൻ സി ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഉപയോഗം നിങ്ങളുടെ ദൈനംദിന ആവശ്യകതകളുടെ അളവിന്റെ 1/3 വൈറ്റമിൻ സി നിങ്ങൾക്ക് നൽകും. വൈറ്റമിൻ സി ശരീരത്തെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിനായി ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും. ഉള്ളി, വെളുത്തുള്ളി പോലുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് ഗ്യാസ്ട്രോ ഇൻസ്റ്റൈൻ എന്ന അർബുദം പോലെയുള്ള ചില അർബുദങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കറികളിൽ ചേർത്തും സൂപ്പായും എല്ലാം വെളുത്തുള്ളി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലിയായോ എണ്ണയായോ പൊടിയായോ ഒക്കെ വെളുത്തുള്ളി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്നാൽ ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് നമ്മൾ തീർച്ചയായും ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറ്റീഷ്യന്റെയോ ഒക്കെ നിർദ്ദേശം തേടേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. അടുത്ത ഹെൽത്ത് ടിപ്സുമായി വരുന്നവരെ ടാറ്റാ, ബൈ.